നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നവകേരള സദസ്സ് കാരണം ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ജനത്തെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് സർക്കാർ നോക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന വാർത്ത. സ്നേഹാലയത്തിലെ അഗതികർക്ക് നൽകാനായി പൊതിച്ചോറ് ശേഖരിക്കാൻ റോഡിൽ നിന്ന് പഞ്ചായത്ത് അംഗത്തെ കറുത്ത ഷർട്ട് ധരിച്ചെന്ന പേരിൽ വാകത്താനം പോലീസ് അറസ്റ്റ് ചെയ്തതായി പരാതി. നവകേരള സദസ്സിന് ചങ്ങനാശ്ശേരിയിലേക്ക് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്നതിന് മുൻപാണ് വാകത്താനം പഞ്ചായത്ത് 18-ാം വാർഡ് മെമ്പർ AG പാറപ്പാട്ടിനെ അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ റോഡിലൂടെ കറുത്ത കുടയുമായി എത്തിയ ഗൃഹനാഥനെയും 2 അതിഥി തൊഴിലാളികളെയും പോലീസ് തടഞ്ഞതായി പരാതിയുണ്ട്. വീടിനടുത്ത് സുഹൃത്തുമായി സംസാരിച്ചു നിൽക്കവെയാണ് വാകത്താനം പോലീസ് എത്തി ചോദ്യം ചെയ്തത്. പിന്നാലെ കറുവച്ചാൽ പോലീസ് സംഘവും എത്തി. കറുത്ത ഷർട്ടിട്ട് പ്രതിഷേധിക്കാനാണോ എന്ന് ചോദിച്ച പോലീസ് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നും പോലീസ് വാഹനത്തിൽ കയറണമെന്നും AGയോട് ആവശ്യപ്പെടുകയായിരുന്നു. താൻ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ച AGയെ കൂടുതൽ വർത്തമാനം പറയണ്ട എന്ന് പറഞ്ഞ് പോലീസ് ജീപ്പിൽ കയറ്റി വാകത്താനം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി കടന്നുപോയ ശേഷം ഒപ്പിട്ട ശേഷം പോയിക്കോളാൻ പോലീസ് പറഞ്ഞെങ്കിലും പോകുന്നില്ലെന്നും റിമാൻഡ് ചെയ്യണമെന്നും AG ആവശ്യപ്പെട്ടതോടെ പോലീസും വെട്ടിലാവുകയായിരുന്നു. വാഹനത്തിൽ കയറ്റി സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോയി വിടണമെന്ന് AG ആവശ്യപ്പെട്ടതോടെ പുല്ലുകാട് പടിയിൽ തിരികെ എത്തിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാവും സ്ഥലത്തെത്തി പ്രതിഷേധമുയർത്തി. ബുധനാഴ്ചകളിൽ തോട്ടക്കാട് ഇരുവിച്ചിറ സ്നേഹാലയത്തിൽ വൈകുന്നേരം പൊതിച്ചോറ് നൽകുന്ന പതിവുണ്ടെന്നും അതിന് ഭക്ഷണം ശേഖരിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വഴിയിൽ നിന്ന് സുഹൃത്തുമായി സംസാരിക്കുമ്പോഴായിരുന്നു പോലീസിന്റെ അതിക്രമമെന്നും AG പാറപ്പാട്ട് പറഞ്ഞു. അതേസമയം നവകേരള സദസ്സിന്റെ ഭാഗമായി സ്കൂൾ മതിലുകൾ പൊളിക്കുന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള ഹൈക്കോടതി രംഗത്തെത്തി. ഇങ്ങനെ മതിലുകൾ പൊളിക്കുന്നത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു. പറ്റിപ്പോയെന്നും പുനർനിർമ്മിച്ച് നൽകാമെന്നുമായിരുന്നു സർക്കാരിന്റെ മറുപടി. എന്നാൽ പൊതുഖജനാവിലെ പണമല്ലേ ഇതിനായി ചെലവഴിക്കുന്നത് എന്ന് കോടതി ചോദിച്ചു. കൊല്ലം ചക്കുവള്ളി ദേവസ്വം സ്കൂളിന്റെ മതിൽ പൊളിച്ച് അവിടെ നവകേരള സദസ്സ് നടത്താനുള്ള തീരുമാനത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് സർക്കാരിനെ വിമർശിച്ചത്. പൊതുഖജനാവിലെ പണമല്ലേ മതിലുകൾ പുനർനിർമ്മിക്കാൻ ചിലവഴിക്കുന്നതെന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചപ്പോഴും സർക്കാർ മൗനം ദീക്ഷിക്കുകയായിരുന്നു. തുടർന്ന് ആരാണ് ഈ നവകേരള സദസ്സിന്റെ നോഡൽ ഓഫീസർ എന്ന് കോടതി ചോദിച്ചു. ദേവസ്വം സ്കൂളിന്റെ മതിൽ പൊളിക്കുന്നതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി വ്യക്തമായ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൊല്ലം ജില്ലാ കളക്ടറോടും നോഡൽ ഓഫീസറോടും കോടതി ആവശ്യപ്പെടുകയായിരുന്നു. സത്യവാങ്മൂലം സമർപ്പിച്ച ശേഷം ഹർജി നാളെ പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി.